കർത്താവിന്റെ അതിവ്യക്തമായ നാമം ഈ നല്ല സമയത്ത് ഓർമ്മ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ അശ്വതമായിരുന്നു ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എന്റെ 2-ാമത്തെ വാക്യം. ഭൂമി ഭൂരഹിതമായി ശൂന്യമായി ഇരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു. മറ്റു ചില വേദ പുസ്തകത്തിനകത്ത് ഭാഷാന്തരത്തിനകത്ത് ഭൂമി പാഴും ശൂന്യമായിരുന്നു. രണ്ടും ഒരർത്ഥം തന്നെയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ദൈവവചനം പറയുന്നത് ആഴത്തിന്റെ ഇരുളുണ്ടായിരുന്നു എന്നുള്ളൊരു അനുഭവം. ഇരുളിനെ മാറ്റണമെങ്കിൽ വെളിച്ചം തന്നെ ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിച്ചമില്ലാതെ വരുമ്പോൾ ഇരുൾ വ്യാപിക്കും. ആ ഇരുളിനെ നീക്കുവാൻ വേണ്ടി നിങ്ങൾ ഇന്നത്തെ ലോകപ്രകാരമുള്ള വൈദ്യുതി ബൾബുകൾ പ്രകാശിപ്പിക്കുമ്പോൾ ഇരുളുമായി അവിടെ വെളിച്ചം വരും. അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇരുളുകൾ നിറഞ്ഞ അനുഭവമുണ്ട്. ആ ഇരുളിന്റെ അനുഭവത്തെ മാറുവാൻ നമ്മുടെ ഭൂമിയിലുള്ള ലോകപ്രകാരമുള്ള ഇവിടുത്തെ ലോകനിർമ്മിതമായ പ്രകാശങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഇരുൾ മാറത്തില്ല. മാത്രമല്ല, ദൈവം സൃഷ്ടിച്ച സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ നമുക്ക് പ്രകാശം തന്നാലും നമ്മുടെ ജീവിതത്തിന്റെ ഇരുൾ മാറുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ ഇരുൾ മാറണമെങ്കിൽ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വളരുമ്പോൾ, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കുമ്പോൾ, നാം ക്രിസ്തുവിൽ ജനിക്കുമ്പോൾ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ആത്മാവിന്റെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ, നമ്മുടെ രക്ഷകനായി നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ, നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ ഇരുളിന്റെ അനുഭവങ്ങളിലും നിങ്ങൾക്ക് മോചനം കിട്ടും, രക്തം ചെയ്യും. അപ്പൊ പാഴായതിനെ ഇരുൾ എന്നാ പറയുന്നത്. പാഴായ ജീവിതത്തെ ഇരുൾ നിറഞ്ഞ ജീവിതം എന്ന് പറയും. ഹല്ലേലൂയ. പാപജീവിതത്തെ അന്ധകാരം എന്നാ പറയുന്നത്. പാപജീവിതത്തെ അന്ധകാരം, പാഴായ ജീവിതത്തെ ഇരുൾ. ഹല്ലേലൂയ. അപ്പൊ ഇരുൾ എന്നത് ദുഷ്ടമൃഗങ്ങളുടെ സമയമാണ്. ഇരുളെന്ന് പറയുന്നത് ദുഷ്ടമൃഗങ്ങളുടെ സമയമാണ്. മൃഗങ്ങളെല്ലാം വേട്ടയാടുവാൻ ഇറങ്ങുന്നത് രാത്രികാലങ്ങളിലാണ്. നമുക്ക് ആനയും പുലിയും കടുവയും കരടിയും മറ്റനവധി മൃഗങ്ങൾ വേട്ടയാടാൻ വേണ്ടി, മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുവാൻ വേണ്ടി രാത്രികാലങ്ങളാണ് വനത്തിൽ നിന്ന് ജനപാർപ്പിടം ഉള്ള ജനവാസ മേഖലയിലേക്ക് വരുന്നത്. അല്ലേ? അപ്പോൾ തന്നെ കൊള്ളക്കാരും കള്ളന്മാരും ദുഷ്ടന്മാരും മോഷ്ടാക്കളും വ്യഭിചാരികളും സഞ്ചരിക്കുന്നത് ഇരുളിലാണ്. ദുഷ്ടമൃഗത്തിന്റെ ചിന്തയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്, മോഷണം, പിടിച്ചോറി, കൊള്ള എന്നൊക്കെ പറയുന്നത്. അല്ലേ? അപ്പൊ ദുഷ്ടമനുഷ്യർ അല്ലേരിയ ഭരിക്കുമ്പോൾ ദേശത്തിൽ ഇരുള് വരും. അല്ലേരിയ. രാജ്യത്തിന്റെ ഇരുള്, സംസ്ഥാനത്തിന്റെ ഇരുള്, ലോകരാജ്യങ്ങൾ ഇരുള്, രാഷ്ട്രീയ ഇരുളുകൾ, മതത്തിന്റെ ഇരുളുകൾ, മത നേതാക്കന്മാരുടെ ഉള്ളിലെ ഇരുളുകൾ, സഭയുടെ ഇരുളുകൾ, കുടുംബത്തിലെ ഇരുളുകൾ, ജീവിതത്തിലെ ഇരുളുകൾ, ജോലിക്കകത്തെ ഇരുളുകൾ, നിങ്ങളുടെ ബിസിനസ്സിലെ ഇരുളുകൾ, നിങ്ങളുടെ ശാരീരികമായ രോഗം എന്ന് പറയുന്ന ഇരുൾ. അങ്ങനെ ഇരുള് വിവിധ മേഖലകളിലാണ്. മദ്യപാനം ഒരു ഇരുളിന്റെ അനുഭവം. മദ്യപാനം എപ്പോഴും ഇരുളിന്റെ അനുഭവത്തിലാണ്. ലഹരി ഉപയോഗിക്കുന്ന എപ്പോഴും ഇരുളിന്റെ അനുഭവത്തിലാണ്. ഈ ലോക ജടിക സുഖങ്ങളിൽ മയങ്ങി മുഴുകി ജീവിക്കുന്നവരെല്ലാം ഇരുളിന്റെ അനുഭവത്തിലാണ്. അല്ലേ? അപ്പൊ ഇരുൾ നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിച്ചം വീശണമെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് തന്നെ വരണം. യേശു നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇരുൾ മാറിപ്പോകും. ഇരുൾ മുഴുവൻ കൊണ്ടുവരുന്നത് ദുഷ്ടനായ പിശാച സാത്താനാണ്. അവൻ നേരായ വഴി കാണിക്കത്തില്ല. ദുഷ്ട വഴികൾ കാണിച്ചത് നിങ്ങളെ പാപത്തിലേക്ക് തള്ളിയിടുമ്പോൾ നിങ്ങൾ ഇരുൾ നിറഞ്ഞ ജീവിതത്തിലേക്ക് പോവുകയാണ്. പ്രൈസലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഇരുൾ നിറഞ്ഞ നിന്റെ ജീവിതത്തിൽ നിന്ന് മടങ്ങി വരണം. നിങ്ങൾ പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ജീവിതം മുഴുവൻ ഇരുളാവാസം. എന്റെ ഒത്തിരി പേര് വിളിക്കുമ്പോൾ പറയാറുണ്ട്, ഇരുളാണ്, ഇരുൾ നിറഞ്ഞ ജീവിതമാണ്. കുടുംബത്തിനകത്തൊരു സന്തോഷമില്ല വാസ, സമാധാനമില്ല, കുടുംബജീവിതം ഛിന്നഭിന്നമായി. ഭർത്താവിനോട് സ്നേഹമില്ല, ഭാര്യയ്ക്കനോട് സ്നേഹമില്ല, മക്കൾക്ക് ഞങ്ങളോട് സ്നേഹമില്ല. മക്കൾ ഞങ്ങളെ കൊണ്ട് അനാഥാലയത്തിൽ അല്ലെ സ്വാമി ഇവിടുന്ന് കുഞ്ഞുങ്ങൾ പറയും,
മാതാപിതാക്കൾ പറയും ഞങ്ങളെ കൊണ്ടൊന്ന് വോൾട്ടേജ് റൂമിലാക്കുന്നു. ഇരുൾ നിറഞ്ഞ ജീവിതം, എല്ലാം ഇരുളാണ്. സ്തോത്രം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരുടെ ശ്രോതാക്കളെ നാം കർത്താവായ യേശു ക്രിസ്തുവിലാണ് ആശ്രയമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഇരുള് മാറ്റി തരുവാൻ യേശുവിന് കഴിയും. നീ കടന്നു പോകുന്ന ഇരുളിന്റെ അനുഭവമുണ്ടല്ലോ, അതിൽ നിന്ന് ലോകം നിനക്ക് വെളിച്ചം തരത്തില്ല. ലോകം തരുന്ന വെളിച്ചങ്ങളെല്ലാം താൽക്കാലികമാണ്. എന്നാൽ യേശു തരുന്ന വെളിച്ചം നിത്യമാണ്. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ലോകം ഞാൻ സുവിശേഷത്തിനകത്ത് വായിക്കുന്നു 1-ാം അധ്യായത്തിൽ. ഏത് മനുഷ്യന്റെ ജീവിതത്തിലെ ഏത് ഇരുളും, തീവ്രവാദം എന്ന ഇരുള് നമ്മുടെ ഭാരതത്തെ അടക്കി ഭരിക്കുന്നു. തീവ്രവാദം എന്ന ഇരുൾ ലോക രാജ്യങ്ങളെ അടക്കി ഭരിക്കുന്നു. വർഗീയത ഒരു ഇരുളാണ്, ഭീകരവാദം ഒരു ഇരുളാണ്. അല്ലേ പ്രേക്ഷകർ, ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണിച്ചിട്ട് ഇരുൾ നിറഞ്ഞൊരു അനുഭവം. അല്ലേറിയ കഴിഞ്ഞ ദിവസങ്ങളിൽ അഹമ്മദാബാദിൽ വിമാനാപകടം, ഇരുൾ നിറഞ്ഞൊരനുഭവം. കപ്പൽ അപകടം, ഈ അടുത്തിടയ്ക്ക് 2 എല്ലാം ഇരുളിന്റെ അനുഭവങ്ങൾ. പ്രൈസറോ, പുറത്തേക്ക് ഇസ്രായേലും ഇറാനുമായുള്ള യുദ്ധം, ഇരുൾ നിറഞ്ഞ അനുഭവങ്ങൾ. ഇരുൾ നിറയാത്ത ഏതെങ്കിലും ഒരു ജീവിത സാഹചര്യങ്ങളെ, രാജ്യങ്ങളെ, രാഷ്ട്രങ്ങളെ, ഭരണ സംവിധാനങ്ങളെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? ആത്മഹത്യ ഇരുളിന്റെ അനുഭവമാണ്. കൊലപാതക ഇരുളിന്റെ അനുഭവമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഇരുള് പരത്തുന്ന ആളുകളാണ് ഇവിടുത്തെ ബീവറേജുകളും മദ്യഷാപ്പുകളും ഇവിടുത്തെ ബാറുടമകളും. ഇരുൾ എല്ലാ കുടുംബങ്ങളിലേക്കും വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ അവരെ ശക്തമായി പ്രയോജനപ്പെടുത്തുക, കുടുംബത്തിനകത്ത് ഇരുള് വരുത്തുവാൻ. അല്ലേ? അപ്പൊ ഈ ലോകത്തിൽ ഇരുൾ നിറഞ്ഞ നിന്റെ ജീവിതത്തിനകത്ത് വെളിച്ചം നിറഞ്ഞ് നീ പ്രകാശമുള്ളവനായി മാറണമെന്നാണ് ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്. അല്ലേലൂയ, സ്തോത്രം. നമ്മൾ കഴിഞ്ഞിടെ കണ്ടില്ല, ഒരു സ്കൂൾ പ്രബോധന ദിവസത്തിൽ ആൺകുട്ടികൾ തങ്ങളുടെ ഇഷ്ടത്തിന് മുടി വെട്ടിച്ചെന്ന ഒരു സ്കൂൾ അധികൃതർ മുടി നന്നായി വെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ആ സ്കൂൾ അധികൃതർക്ക് നേരെ ഒരു കൂട്ടം രാഷ്ട്രീയക്കാർ എഴുന്നേറ്റു. ഇരുൾ നിറഞ്ഞവൻ പ്രശ്നം സമരമായിട്ട് വരും. അതിനെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നത് ഇരുളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മുടി ഏത് കോലത്തിലും വെട്ടിക്കൊണ്ടുവന്ന് നടക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന മാന്യമായ ജീവിതം നയിക്കണം, മാന്യമായി നീ നടക്കണം. അതിന് സ്കൂളത്തിൽക്കരെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഒരുപക്ഷെ എന്നെ കുറ്റം പറഞ്ഞ് ചീത്ത പറയും. എന്നെ കുറ്റം പറഞ്ഞ് ചീത്ത പറഞ്ഞാലും ഞാൻ എപ്പോഴും പറയും എനിക്ക് പ്രശ്നമില്ല, കാരണം നിങ്ങൾ പഠിച്ചത് പാടും, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസം വലിയ പെന്തക്കോസുകാരെ കാണുന്നത് ഛർദിലാണ്, തുപ്പലാണ്. അവരെ കണ്ട തുപ്പും ഓക്കാരിക്കും. അവരെ കണ്ട വല്ലാത്തൊരു അനുഭവം തോന്നും. ഞാൻ അതിൻ്റെ ഇടയിൽ കമന്റ് ഇട്ടു, കർത്താവായ യേശു ക്രിസ്തു ലോകനിശ്ചിതമായ ദൈവം, ലോക സൃഷ്ടമായ ദൈവം ഈ ഭൂമിയിൽ വന്നപ്പോൾ കാൽവരി ക്രൂശിൽ അന്നത്തെ ജനം അവന്റെ മുഖത്ത് തുപ്പി, ഇന്നും തുപ്പും. അല്ലേരിയ, അന്ന് തുപ്പിയവരൊന്നും ജീവനോടെ ഇല്ല. ഇപ്പോഴും തുപ്പുന്നവർക്ക് ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ വെറും അസഭ്യമായ രീതിയിൽ അതിന് മറുപടി ഇട്ടു. അത് ഞാനത് വായിച്ചു നോക്കി. അപ്പൊ അദ്ദേഹം പഠിച്ച് ആ തൊഴിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാത്തിനും ഇരുള് കമന്റ് ഇടണം. അല്ലേരിയ, എങ്കിലേ എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. അല്ലേരിയ, നിങ്ങൾ അസഭ്യമായ കമന്റുകൾ ഇടുമ്പോൾ ഞാൻ നന്നായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. പ്രൈസ്, ഒരുത്തനെങ്കിലും പ്രതികരിക്കാനുണ്ടല്ലോ എന്നോർത്ത്. അല്ലേരിയ. അപ്പം നിന്റെ ജീവിതത്തിൽ ഇരുളാണ്. നീ നേരായ മനുഷ്യർക്ക് നേരെ അപവാദപരമായ ഇരുളുകൾ, അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ, അവന് നേരെ കമ്മിറ്റികൾ പാസ്സാക്കുന്നത് നീ ഇരുളിനകത്തായതുകൊണ്ടാണ്. അല്ലെങ്കിൽ സത്യം നിനക്ക് അറിയത്തില്ല. സത്യം നിങ്ങൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്നാണ് എൻ്റെ ഒരു യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്. സത്യം നിങ്ങൾ അറിയണം. സത്യം അറിയാത്തത് കൊണ്ടാണ് ലോക മനുഷ്യനെ പോലെ നിങ്ങൾ ഇരുളിനകത്ത് ജീവിക്കുന്നത്. അല്ലേലിയ. അപ്പൊ ഇന്ന് ലോകത്തിൽ പാപികളും ദുഷ്കർമ്മികളും അക്രമക്കാരും കൊലപാതകന്മാരും മോഷ്ടാക്കളും, അല്ലേലിയ, പിടിച്ചുപറിക്കാരും കൊള്ളക്കാരും കരിഞ്ചന്തക്കാരും പോലീസുകാരും കൈക്കൂലിക്കാരും ഒക്കെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേലിയ, പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇരുളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് അഹമ്മദാബാദിൽ മരിച്ച നമ്മുടെ പത്തനംതിട്ടക്കാരി ആ സഹോദരിയെ, അല്ലേലിയ, ആ കുടുംബം ഒന്നടക്കം സങ്കടത്തില, ദുഃഖത്തില. ആ ദേശം സങ്കടത്തില. കേരളത്തിലെ സകല ജനങ്ങളും, മനുഷ്യനെന്ന് പറയുന്ന സകല ജനങ്ങളും ആ കുടുംബത്തിലെ സഹോദരിയുടെ ദുഃഖവാർത്ത കേട്ട് സങ്കടത്തില. ഞാൻ അടക്കമുള്ള സങ്കടത്തിൽ ഞാൻ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഒരു ഡെപ്യൂട്ടി തഹസീൽദാർ ജാതി ആക്ഷേപം നടത്തി, അല്ലെങ്കിൽ ആ മരിച്ച കുട്ടിയെ കുറിച്ച് അപവാദമായി കമ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ജോലിയിൽ പോയി ബിസിനസ് ചെയ്യണം, തിരിച്ചുവിടണമെന്ന കളക്ടർ നിർദ്ദേശം. ജീവിതത്തിൽ ഇരുള് കയറുമ്പോൾ വർഗീയത കൊണ്ടുവരും. ജീവിതത്തിൽ ഇരുള് വരുമ്പം വർഗീയത കൊണ്ടുവരും. ഒരു മരണം സംഭവിക്കുമ്പോൾ, ഒരു മരണത്തിന്റെ അനുഭവത്തിൽ കുടുംബം കടന്നു പോകുമ്പോൾ ദുഃഖിതരായിരിക്കുന്ന കുടുംബത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് സമാധാനം കൊടുക്കാൻ വേണ്ടി ദൈവത്തിനോട് അപേക്ഷിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ കടമ. അവരെ ആക്ഷേപിക്കുന്ന ആ സമയമല്ല തിരഞ്ഞെടുക്കുന്നത്. എത്രയെത്ര ഇരുളുകളാണ് ഇതൊക്കെയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാ രക്തത്തെ പരിജ്ഞാനം വേണം. അല്ലേ? നമ്മൾ ഓശയുടെ പുസ്തകമൊക്കെ വായിക്കുകയാണ്. പരിജ്ഞാനമില്ലാകിയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. സഹോദര സൗകര്യം, നിനക്ക് പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് നീ ഭവനത്തിനകത്ത് എപ്പോഴും ചീത്ത വാക്കുകൾ ചിരിക്കുന്നു. ഭാര്യ ഭർത്താവിനെ ചീത്ത വിളിക്കുന്നു, ഭർത്താവ് ഭാര്യയെ ചീത്ത വിളിക്കുന്നു, കുടുംബം അയൽവാസിയെ ചീത്ത വിളിക്കുന്നു, ദൈവസഭയ്ക്ക് നേരെ ചീത്ത വിളിക്കുന്ന ദൈവദാസന്മാരെ ചീത്ത വിളിക്കുന്നു, അധികാരികളെ ചീത്ത വിളിക്കുന്നു. ഇതെല്ലാം നിന്റെ ജീവിതത്തിന് ഇരുള. പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. നിനക്ക് പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് നീ ഇരുളിലാണ്. അല്ലേരിയ. പരിജ്ഞാനമില്ലാത്തവൻ ഇരുളിന്റെ അങ്ങ് സാത്താനാണല്ലോ നടത്തുന്നത്. അല്ലേരിയ. നമുക്ക് സന്തോഷമുണ്ടോ വചനം കേൾക്കുമ്പോൾ? സന്തോഷം ഇല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകണം. നീ ഇരുളിനകത്ത് കിടക്കുന്നതുകൊണ്ടാണ്. വെളിച്ചത്തിലേക്ക് നീ വരണം. പ്രൈസോ. അപ്പം ഭൂമി മുഴുവൻ അല്ലെങ്കിൽ അന്ധകാര ശക്തികൾ വ്യാപരിച്ചു കൂരികളിന്റെ അനുഭവങ്ങളാണ്. അല്ലെങ്കിൽ അന്തിക്രിസ്തുവിന്റെ ഭരണത്തെ ജനം നോക്കിപ്പോവുകയാണ്. മനുഷ്യ ദൈവങ്ങൾ പെരുകി, വിഗ്രഹാരാധനകൾ പെരുതി, പക്ഷിമൃഗ ഇഴജാതി പ്രവൃത്തി പൂജകളെല്ലാം ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ആമൻ. അല്ലെങ്കിൽ എല്ലാ ഇരുള മക്രിയ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അല്ലെങ്കിൽ സുനാമികളും കൊടുങ്കാറ്റും പേമാരിയും അഗ്നിപർവ്വതം പൊഴിയുന്നു, പൊട്ടുന്നു. അല്ലെങ്കിൽ മലയിടിച്ചിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിരുന്നു. മരങ്ങൾ കടപുഴുകി വീഴുന്നു. ആമീൻ. തെങ്ങ് ചതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ തെങ്ങ് വട്ടം മുറിഞ്ഞ് വീഴുന്നു. നാളികേരം തെങ്ങിൽ നിന്ന് മനുഷ്യന്റെ തലയിൽ വീഴുന്നു. അങ്ങനെ എന്തെല്ലാം മനുഷ്യൻ കടലിൽ ചാടുന്നു, കായലിൽ ചാടുന്നു, നദികളിൽ കുഞ്ഞുങ്ങളുമായി ചാടി ജീവനെടുക്കുന്നു, കെട്ടിനാന്ന് മരിക്കുന്നു, വിഷം കുടിച്ച് മരിക്കുന്നു. ആത്മഹത്യ വിവിധ നിലകളിൽ പെരുകുന്നു. ജീവിതം ഇരുളായിപ്പോയെന്ന്. ജീവിതം ഇരുളായിപ്പോയി. ഭർത്താവിനെ ഇട്ടിട്ട് ഭാര്യ മറ്റൊരുവരും കൂടെ പോകുന്നു. ഭാര്യയിട്ട് ഭർത്താവ് മറ്റൊരുവരും കൂടെ പോകുന്നു. ആമിന്റെ അലിയ ഭാര്യ ഭർത്താക്കന്മാർ അറിയാതെ രഹസ്യ കാമുകന്മാർ. ഇതെല്ലാം ഇരുളാകട്ടോ. എന്റെ ഏരിയ വ്യഭിചാരം എന്ന് പറയുന്ന സകലത്തിന്റെ ഇരുള് വ്യാപരിച്ച ഒന്നാണ് വ്യഭിചാരം പെരുകിക്കൊണ്ടിരിക്കുക. വ്യഭിചാരശാലകൾ പെരുകുന്ന, ചൂതാട്ട കേന്ദ്രങ്ങൾ പെരുകുന്ന, ചീട്ടുകളി കേന്ദ്രങ്ങൾ പെരുകുന്നു. എല്ലാം ഇരുളല്ലേ. ഞാൻ ചില ഇരുളിന്റെ അനുഭവം പറയാം. നിങ്ങൾ ഏതെങ്കിലും ഇരുളിനകത്ത് ഇത് ചാടിയിട്ടുണ്ട്? ഏതെങ്കിലും ഞാൻ പറയുന്ന ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ വസിക്കുന്നു? റൈസറോ ഏതെങ്കിലും മയക്ക് വരുന്ന ഒരു ഇരുളാണ്. കല്ല് ഷാപ്പിൽ പോയിരിക്കുക, ബാറുകളിൽ പോയിരിക്കുക, ഭീപ്രയോജന മുമ്പിൽ അടിച്ചു പൂക്കുകയായി നിൽക്കുക. ഇതെല്ലാം ഇരുളാ സഹോദരി. അല്ലേലുയ. അപ്പം എല്ലാ മേഖലയിൽ ഇരുട്ട് അല്ലെങ്കിൽ ഇരുള. കേരളം ഇരുളിൽ കിടക്കുകയാണ്. ഭാരത ഇരുളിൽ കിടക്കുകയാണ്. ലോകരാജ്യങ്ങൾ ഇരുളിൽ കിടക്കുകയാണ്. സ്തോത്രം. ഇതിൽ നിന്ന് നീ മോചനം പ്രാപിക്കണമെങ്കിൽ, സ്വസ്ഥതയുള്ള, സമാധാനമുള്ള, സന്തോഷമുള്ള ജീവിതം നിനക്ക് നയിക്കണമെങ്കിൽ, ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന യേശുക്രിസ്തുവിൽ നീ വരുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ ഇരുൾ മാറ്റി കർത്താവിനെ ലോകത്തിന്റെ വെളിച്ചമാക്കി മാറ്റുമെന്ന് മത്തായി 5:13-14 വായിച്ചാൽ കാണാൻ കഴിയും. പ്രൈസോ. എന്റെ കുടുംബത്തിനകത്ത് ഇരുളല്ലേ? ജീവിതത്തിൽ ഇരുളല്ലേ? തലമുറയെ സംബന്ധിച്ച് ഇരുളല്ലേ? ഭർത്താവ് ഇരുളിന്റെ അനുഭവത്തിൽ, ഭാര്യ ഇരുളിന്റെ അനുഭവത്തിലല്ലേ? ജീവിതത്തിൽ ഉയർച്ചയുണ്ടോ? നന്മയുണ്ടോ? ഒരു സന്തോഷമുണ്ടോ? നിനക്ക് സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടോ? എവിടെ നോക്കിയാൽ ഇരുളുകൾ തന്നെ. പ്രൈസോ. എവിടെ നോക്കിയാൽ ഇരുളുകളാണ്. അപ്പൊ ഇരുളിൽ നിന്ന് നീ പുറത്തു വരണം. ഇവിടെ വചനം വായിച്ച് ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. പ്രൈസോ. നിന്റെ ജീവിതത്തിന്റെ ആഴത്തിൽ ഇരുൾ നിറഞ്ഞു നിൽക്കുന്നു. ആ ഇരുളിന്മേൽ നീ പുറത്തു വരണം. ആമൻ. ജീവിതത്തിന്റെ ആഴത്തിൽ ഇരുൾ നിറഞ്ഞു നിൽക്കുമ്പോൾ, കുടുംബത്തിൽ ഇരുൾ നിറഞ്ഞു നിൽക്കുമ്പോൾ, വെള്ളത്തിന്റെ പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധന്മാവ് ആ ഇരുളാകുന്നതിന്റെ ജീവിതത്തിന്റെ പ്രവർത്തിക്കുവാൻ നീ അവസരം കൊടുക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ ഇരുളുകളെല്ലാം മാറിപ്പോകും.
അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഹല്ലേലൂയ 60-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. പ്രവാചകൻ പറയുകയാണ് എഴുന്നേറ്റ് പ്രകാശിക്കണമെന്ന്. എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ ജനിക്കുന്നതിന് മുമ്പ്, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, അമ്മയുടെ ഉദരത്തിൽ പിണ്ടാഹാരമാകുന്നതിന് മുമ്പ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞ ഈ വചനത്തെ കുറിച്ച് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ എഴുതിയതാണ്. അപ്പൊ നിന്നെ കുറിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ദൈവത്തിന്റെ ആത്മാവിടെ രേഖപ്പെടുത്തി വെച്ചത്. സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന തലമുറയോട്, യുവതി യുവാക്കന്മാരോട് പറയട്ടെ, നീ അന്ധകാരം നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ പൈശാചിക ശക്തികൾക്ക് നീ അടിമപ്പെട്ടു പോകാതെ നീ എഴുന്നേറ്റ് പ്രകാശിക്കണം. ഹല്ലേലൂയ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. എഴുന്നേറ്റ് നീ പ്രകാശം, ഇരുളിൽ നിന്ന് എഴുന്നേറ്റ് പ്രകാശിക്കണം. നിന്റെ പ്രകാശമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ വരണം. ഹല്ലേലൂയ, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിക്കണം. അപ്പൊ നീ എഴുന്നേറ്റ് പ്രകാശിക്കണം. വെളുപ്പംകാലത്ത് ഈ വലിയ ആൻഡ്രോയിഡ് മൊബൈലും എടുത്തുകൊണ്ട് ഈ ലോകത്തിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പോലും എല്ലാ കോമഡികളും കണ്ട്, എല്ലാ അശ്ലീലമായ ചിത്രങ്ങളും കണ്ട് നീ അതിനകത്തിരിക്കുന്നതും ഇരുളാണ്. പ്രാർത്ഥന നിന്റെ കുടുംബത്തിലുണ്ടോ ശ്രോതാവേ? ഇരുളായിപ്പോയില്ലേ? പ്രാർത്ഥനയുടെ സമയം ഇരുളായിപ്പോയില്ലേ? ദൈവവചന ധ്യാനമുണ്ടോ? ആ സമയം ഇരുളായിപ്പോയില്ലേ? ആരാധനയ്ക്ക് നീ പോകുന്നുണ്ടോ? ഇരുളായിപ്പോയില്ലേ? സമായോഗത്തെ നീ മുടക്കുന്നില്ലേ? അത് ഇരുളായിപ്പോയില്ലേ? ഹല്ലേലൂയ, പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ദൈവവചനം വായിക്കുവാനൊക്കെ സമയമുണ്ടോ? ഇരുളല്ലേ? നുണ പറയുവാനും കുറ്റം പറയുവാനും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുവാനും അയൽ വീട്ടിലേക്ക് പോയിരുന്നത് വിമർശിക്കുവാനും ഫോണിൽ വിളിച്ച് മറ്റുള്ളവരെ വിളിച്ചറിയിക്കുവാനുമുള്ള ഇരുളടഞ്ഞ ജീവിതത്തിൽ എന്നെ നീ നിൽക്കുന്നവൻ. നിന്നെ തകർക്കും പിശാച്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നത്, യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അതെ, ഇന്ന് പകൽ ഇരുളിൽ നിറഞ്ഞു കിടക്കുന്ന കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിനക്ക് ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കണമെങ്കിൽ നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം എന്നെ പിന്തുടരും, ഞാനോ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. 23-ാം സങ്കീർത്തനം 6-ാം വാക്യം പറയുന്നുണ്ട്. തന്റെ ജീവിതത്തിൽ അനവധി ഇരുളിന്റെ അനുഭവങ്ങൾ വന്നു. മരണനിഴലിൽ താഴ്വരയിലൂടെ കടന്നുപോയി. കൂരിരുളിന്റെ അനുഭവങ്ങൾ കടന്നു വന്നു. ശത്രുക്കൾ തനിക്കെതിരെ എഴുന്നേറ്റു. വലിയ പ്രതികൂല സാഹചര്യങ്ങളെ സങ്കീർത്തനക്കാരൻ അഭിമുഖീകരിച്ചു. അങ്ങനെ ജീവിതത്തിൽ ഇരുൾ നിറഞ്ഞ അനുഭവം, ആ ഇരുൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു വെളിച്ചം വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിച്ചു. അവന്റെ പ്രകാശം വന്നപ്പോൾ യഹോവയുടെ തേജസ് ഉദിച്ചു കഴിഞ്ഞപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നന്മയും കരുണയും എന്റെ ആൾക്കാരുമൊക്കെയും എന്നെ പിന്തുടരും, ഞാനോ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇരുള് മാറിയാലേ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. എന്റെ ഏരിയ സഭ മുഴുവൻ ഇരുള് കൊണ്ട് നിറഞ്ഞിരിക്കുക. സഭ മുഴുവൻ ഇരുള് കൊണ്ട് നിറഞ്ഞു. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ദൈവദാസന്മാരുടെ ദൈവദാസിമാരുടെ ദൈവമക്കളുടെ ജീവിതം കൂടി ഇരുൾ നിറഞ്ഞു. വെല്ലുവിളികളും വിമർശനങ്ങളും മാത്രം. സഭയ്ക്ക് പോലും സഭയ്ക്കകത്ത് പോലും നുണയും ഭീഷണിയും. സഭയ്ക്കകത്ത് നന്മകൾ അനുഭവിച്ചോ സഭയ്ക്കകത്ത് പുറത്തുപോയി പിന്മാറ്റക്കാരന്റെ സ്വഭാവം കാണിക്കുന്ന ഇരുൾ നിറഞ്ഞ ജീവിതങ്ങൾ, പരിശുദ്ധമായ കുറ്റം പറയുന്ന, ദൈവനാമത്തെ വെല്ലുവിളിക്കുന്ന, സഭയെ വെല്ലുവിളിക്കുന്ന, സഹവിശ്വാസികളെ വെല്ലുവിളിക്കുന്ന, കൂട്ടു ശുശ്രൂഷകന്മാരെ വെല്ലുവിളിക്കുന്ന, ദൈവസഭയ്ക്ക് ആക്ഷേപം വരുത്തുന്ന ആമേൻ സ്തോത്രം പാതാള ഗോപുരങ്ങൾ. അവരെ വിളിക്കുന്ന പാതാള ഗോപുരങ്ങളാണ്. അതുകൊണ്ടാണ് പത്രോസിനോട് യേശു പറഞ്ഞു, നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ എന്ന് പറയുന്നത് ക്രിസ്തു ആകുന്ന പാറമേൽ. പത്രോസ് അല്ല. ആമേ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തോട് പറയാമെങ്കിൽ അവർ പറയും, ആമേ ക്രൈസ്തവ സമൂഹം പറയുമ്പോൾ പത്രോസ് ആ പാറ എന്നാണ്. ഹല്ലേലൂയ. പത്രോസിനെ ചൂണ്ടിയിട്ട് യേശു പറഞ്ഞു, നീ പത്രോസാ. യേശുവിനെ അനുസരിച്ചിട്ട് പറഞ്ഞു, നീ ഈ പാറമേൽ, ക്രിസ്തു എന്ന പാറമേൽ ഞാൻ എന്റെ സഭയിൽ പണിയും. പാതാള ഗോപുരങ്ങൾ, അതെ, എല്ലാം പാതാള ഗോപുരങ്ങളാണ്. ദൈവം തന്റെ സഭയെ പണിയുമ്പോൾ പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല. അതെ, നീ പാതാള ഗോപുരങ്ങളെ ജയിച്ച് നീ വരണം, രക്തം ചെയ്യണം. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇവരും കാണുന്നുണ്ട്. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ പേരോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഹല്ലേലൂയ.
അപ്പൊ അന്ധകാരം ഭൂമിയിൽ കൂരിട്ട് ജാതികളെയും അന്ധകാരം കൊണ്ട് ഭൂമി നിറഞ്ഞു കിടക്കുകയാണ്. ഭാരതത്തിന്റെ സംസ്കാരം, ഭാരതത്തിന്റെ അനുഭവങ്ങൾ, കേരളത്തിന്റെ സംസ്കാരം, കേരളത്തിന്റെ അനുഭവങ്ങൾ, ഭരണപ്രതിപക്ഷ പാർട്ടികൾ എല്ലാം അന്ധകാരത്തിനാണ്. രാഷ്ട്രീയക്കാർ ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട അധികാര സ്ഥാനങ്ങളിൽ വന്നു കഴിയുമ്പോൾ പഞ്ചായത്തിന് മെമ്പറായിട്ടും അല്ലെങ്കിൽ ബ്ലോക്ക് മെമ്പറായിട്ടും ജില്ലാ കമ്മിറ്റി ജില്ലാ ഭരണാധികാരികളായിട്ടും അല്ലെങ്കിൽ മന്ത്രിമാർ, MLA മാർ, MP മാരായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? മനുഷ്യന്റെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കാതെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് വെറും വായാടിത്തരം പിടിച്ച് പറയുന്ന കോമാളികൾ വേഷം കെട്ടുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ അതിന്റെ അനുഭവമാണ്. ഇരുള് നിറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാർ. അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി ആരെ കൊല്ലും, അധികാരത്തിന് വേണ്ടി ആരെ തകർക്കും, രക്തപ്പൊടി ഒഴുക്കും. അധികാരമാണ് അവർക്ക്, അധികാരമാണ്, പണമാണ്, ദൂർത്തടിയാണ് അവരുടെ ആവശ്യം. അതിനുവേണ്ടി ഭരണ സംവിധാനങ്ങളിൽ ഇരിക്കുന്ന ഇരുള് നിറഞ്ഞ ഭരണാധിപന്മാരും കോമാളി വേഷം കെട്ടുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ, ജനം വെറും വിഡ്ഢികൾ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ജനങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങൾ ലോകത്തിൽ മനുഷ്യനെ ഉയർത്തരുത്, യേശുവിനെ ഉയർത്തണം. പൗലോസ് പറഞ്ഞു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്കോ അത് ദൈവശക്തിയാണ്. വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാണ്, വീണ്ടെടുക്കപ്പെട്ടവർക്ക് ദൈവശക്തിയാണ്. നശിച്ചു പോകുന്നൊരു ദൈവവചനൊരു ഭോഷത്വമാണ്, അവന് ഇരുളിനകത്താണ്. അപ്പൊ ഇവിടെ അന്ധകാരം നിറഞ്ഞ ഭൂമിയിൽ എഴുന്നേറ്റ് പ്രകാശിക്കുമുള്ള കടപ്പാടിനെ പ്രവാചകൻ ഊന്നിപ്പറഞ്ഞുകൊണ്ട് അന്ധകാരത്തിന്റെ ദിവസങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ യഹൂദജനം പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷവും പ്രകാശവുമാണ് 1-ാം വാക്യത്തിൽ പറയുന്നത്. മശിഹായുടെ തേജസ്സാണ് അവരുടെ മേൽ പ്രകാശിക്കുന്നത്. അന്ധകാരം ഭൂമിയിൽ കൂരിട്ട് ജാതികളെ മൂടുമ്പോൾ യഹോവയുടെ തേജസ് ഇസ്രായേലിൽ ഉദിക്കുന്നത് 2-ാം വാക്യം പറയുന്നു. പ്രവാസത്തിൽ കിടന്ന ഇസ്രായേൽ മടങ്ങി വന്നപ്പോൾ അവർ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിച്ചു. സ്തോത്രം. അവരുടെ പ്രകാശം വന്നു, ദൈവത്തിന്റെ തേജസ്സാണ് നിറയപ്പെട്ടു. 4000 വർഷം പാപത്തിൽ ജീവിച്ച്, പാപസ്വഭാവത്തിൽ ജീവിച്ച്, മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ടൊന്നും മോചനമില്ലാതിരുന്നപ്പോൾ പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് അയച്ച് മാനകുലത്തിന്റെ മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരം നിന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥണയ്ക്കുന്ന കർത്താവായ യേശു ക്രിസ്തു തന്റെ സഭയെ ചേർക്കാൻ മധ്യാകാശത്ത് വരും നമുക്കറിയാം. അതുകൊണ്ട് യേശു ക്രിസ്തു ഭൂമി വന്നതിനോടുകൂടി വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഇരുളുകൾ മാറിപ്പോയി. യേശുവിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ഇരുൾ മാറിപ്പോയി. എന്നെ കേൾക്കുന്നവർ ഞങ്ങളൊക്കെ ഇരുളിലായിരുന്നു. ഞാനൊക്കെ ഭയങ്കര ഇരുളിൽ ജീവിച്ച ആളാണ്. എന്റെ സ്വദേശം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയിട്ട് എന്റെ സ്വദേശമൊക്കെ വിശ്വസിച്ച രാത്രി നടന്ന സ്ഥലമാണ്. അവിടെയൊക്കെ അന്വേഷിച്ച് നോക്ക് എന്റെ ജീവിതം എന്തായിരുന്നു. ഇരുളായിരുന്നു, പാപിയായിരുന്നു. എന്നും കേസും കോടതിയും പോലീസ് സ്റ്റേഷനായിരുന്നു. ഇരുള് നിറഞ്ഞ ജീവിതം കൊണ്ട് അന്ന് നടന്നു. മരണം ജീവിതത്തിൽ വന്നു. പല പ്രാവശ്യം മരണത്തിന് മുമ്പിൽ ചെന്ന് ചാടി. മരണം എന്റെ കൺമുമ്പിൽ വന്നു. അങ്ങനെ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ജീവിച്ച സാഹചര്യത്തിന് സ്വന്തം നാട് വിട്ട് ഓടേണ്ടി വന്നു 2000-ൽ. ആ ഓടി ഓട്ടം ക്രിസ്തുവിന്റെ മേൽ വന്നു, ക്രിസ്തുവിനിലേക്ക് വന്നു. ലോകത്തിന്റെ വെളിച്ചമായിരിക്കും ക്രിസ്തുവിനിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിന്റെ ഇരുളുകൾ മാറി, ഞാൻ പ്രകാശമായി മാറി. കർത്താവിനോട് നീ ലോകത്തിന്റെ വെളിച്ചമാണ്. അതേ പ്രിയരെ, ഞാനൊക്കെ ഭയങ്കര ഇരുളിലായിരുന്നു. നിങ്ങൾക്ക് എന്നെ അറിയാവുന്നവരുണ്ടെങ്കിൽ ചോദിച്ചു നോക്കാൻ. ഇരുളായിരുന്നു. ഞാൻ ഒരിക്കലും ഒരു നീതിമാനായിരുന്നില്ല, ഒരിക്കലും ഒരു വിശ്വസ്തനായിരുന്നില്ല, നിഷ്കളങ്കനായിരുന്നില്ല, ഒരു സത്യസന്ധനായിരുന്നില്ല. പാപത്താൽ നിറയപ്പെട്ട് പാപത്താൽ ഇരുൾ മൂടിയ ജീവിതമായിരുന്നെന്റെ. അതിലാണ് യേശു എനിക്കൊരു പുനർജീവിതം തന്നത്, ഒരു വീണ്ടെടുപ്പ് എനിക്ക് തന്നു. എനിക്ക് വേണ്ടി മാത്രം യേശു സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നു. എനിക്ക് വേണ്ടി മാത്രം യേശു ക്രൂശിൽ മരിച്ചു. എനിക്ക് വേണ്ടി മാത്രം അവസാനത്തുള്ള രക്തം. എനിക്ക് വേണ്ടി അവന്റെ ശരീരം തകർക്കപ്പെട്ടു മുൾക്കിരീടമടിച്ചു. എനിക്ക് വേണ്ടി കൈകാലുകൾ കാരിരുമ്പാണിയാൽ തുളയ്ക്കപ്പെട്ടു. എനിക്ക് വേണ്ടി അവന്റെ വിലാപ്പുറം കുത്തി തുറന്നു.
എന്റെ പാപത്തിന്റെ കറകളെ കഴുകി എന്നെ വിശുദ്ധീകരിച്ച് ആ പാപിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ തന്നപ്പോൾ സമാധാനമുള്ളവനായി മാറി. അത് എനിക്ക് വേണ്ടി എന്ന് ഞാൻ വ്യക്തിപരമായി പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയണം. പ്രൈസലോ ഹല്ലേലൂയ. നീ ഇരുളിൽ നിന്ന് പുറത്തു വരണം. യേശു വരാൻ സമയമായി. ദൈവം തന്റെ സഭയെ ചേർക്കുവാൻ, മണവാട്ടി സഭയെ ചേർക്കാൻ സമയമായി. കാഹളമൊരുക്കാൻ സമയമായി. ഹല്ലേലൂയ. ഇന്ന് നീ ഇരുളിലാണോ? നിന്റെ നിത്യത നഷ്ടപ്പെടും. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ സുഖലോലുപങ്ങൾക്കകത്ത് പുളച്ചു മതിച്ച് ഇവിടുത്തെ ഉല്ലാസ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നീ നടന്ന, ഇവിടുത്തെ സന്തോഷം അനുഭവിച്ചു, ഇവിടുത്തെ ലൗകിക ഇവിടുത്തെ അലരിയ ഭൗതിക ജീവിതങ്ങൾക്കകത്ത് നീ ജീവിച്ച് ദിവ്യാഗ്രഹത്തിൽ ജീവിച്ച് സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി തമ്മിലടിച്ചും കലഹിച്ചും കുടുംബ പ്രശ്നം ഉണ്ടാക്കിയും വഴക്കുണ്ടാക്കിയും സ്വത്തിന് വേണ്ടി തമ്മിലടിച്ചും സഹോദരനെ വെട്ടിക്കൊന്നു, സഹോദരിയെ വെട്ടിക്കൊന്നു, അപ്പനമ്മമാരെ വെട്ടിക്കൊന്നു, അപ്പനമാർ മക്കളെ വെട്ടിക്കൊന്നു, അയൽ തർക്കങ്ങളും അയൽവാസി തർക്കങ്ങളും കുടുംബ പ്രശ്നങ്ങളും അതിന് തർക്കങ്ങളും ആമീൻ കള്ളപ്പലിശയും കൊള്ളപ്പലിശയും ഒക്കെ വാങ്ങി നിന്റെ ജീവിത സുഖസുന്ദരത്തിൽ നീ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്നെ സഹോദരി, നീ കൂരില്ല ജീവിക്കുന്നത്. നിന്റെ അവസാന നിത്യ നരകമാണ്. പ്രേക്ഷകർ മടങ്ങി വരണം. ഇത്ര കാലമായി മാറാ രോഗമനുഭവിക്കുന്നത്, മാറാ രോഗിയായി ഇരുളിന്റെ അനുഭവമല്ലേ? മരണം നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുക, മരണം നിന്നെ തേടിയെത്തിയിരിക്കുക. ഇന്നും നിന്റെ ഹൃദയത്തിനകത്ത് ഇരുൾ മാറാതെ അന്ധകാരത്തിൽ നീ ജീവിക്കുക. ഇന്ന് പകലെന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, മരണത്തിന്റെ മുന്നിൽ നീ എത്തിയിരിക്കും. മരണം നിന്നെ തട്ടിയെടുക്കാൻ നിന്നെ തട്ടിയെടുക്കാൻ ഇരിക്കുമ്പോൾ ഇപ്പോഴെങ്കിലും നീ ആദരം തുറന്ന് യേശുവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കുക. ആദരം തുറന്ന് യേശുവേ എന്ന് വിളി. ലോകത്തിന്റെ വെളിച്ചമായ കർത്താവ്, ഏത് മനുഷ്യൻ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായ യേശുവേ, അങ്ങന്റെ ജീവിതത്തിലേക്ക് വന്നെന്റെ ജീവിതത്തിന്റെ ഇരുളൊന്ന് മാറ്റി, ഈ രോഗബന്ധനങ്ങളിൽ നിന്ന് മാറ്റി, ഈ ശാപങ്ങളിൽ നിന്ന് മാറ്റി, ഈ അന്ധകാരത്തിൽ നിന്ന് മാറ്റി, എന്റെ കുടുംബത്തിന്റെ ഇരുള്, ജീവിതത്തിന്റെ ഇരുള് ആമിയൊന്ന് മാറ്റി എനിക്കൊരു പ്രകാശം തരണം എന്ന് നീ ക്രിസ്തുവിന്റെ കാൽപാദത്തിലേക്ക്, അപാദപീഠത്തിലേക്ക് വീണ് നിലവിളിക്കുന്നെങ്കിൽ ഹല്ലേലൂയ. ആമേൻ. ഉന്നതനും ഉയർന്നിരിക്കുന്ന ഒരു ശാശ്വതവാസിയുമായ യേശു നിന്റെ അരികിലേക്ക് ഇറങ്ങി വരും. അത്യുന്നതന്റെ മറവിൽ നിന്നെ വസിപ്പാൻ, സർവശക്തൻ നിന്നെ പാർക്കുവാൻ അവൻ നിന്നെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ചെയ്യുന്ന പകൽ ദൈവത്തിന്റെ വചനത്തിന് ശ്രദ്ധ കൊടുക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് ഇരുളിന്റെ ആധിക്യം മാറി ദൈവത്തെ സ്തുതിക്കും വിധം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഇരുളിന്റെ ആധിപത്യം മാറിയിട്ട് അല്ലെങ്കിൽ വെളിച്ചം നിങ്ങളുടെ മേൽ വരുന്നിടം വരെ, ദൈവതേജസ്സിന്റെ ഉദിക്കാൻ ഇതിന്റെ മേൽ വരുന്നിടം വരെ നീ വെളിച്ചത്തെ ജീവിക്കണം. അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബേസ്ലേഖിത ആത്മാവിന്റെ ചലനം നിന്റെ ഉള്ളിലുണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ ചലനം നിന്റെ ഉള്ളിലുണ്ടാകണം. പരിശുദ്ധാത്മാവിന്റെ ചലനം നിന്റെ ഉള്ളിലില്ലാത്തടത്തോളം കാലം നീ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയാ. പരിശുദ്ധാത്മാവിന്റെ ചലനം നിന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നീ ഇരുളിന്റെ ആഴത്തിലേക്ക് പോകുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ചലനത്തിന്റെ മേൽ വന്നു കഴിയുമ്പോൾ ആമീൻ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ ഇങ്ങനെ പറയുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അത് പരിശുദ്ധാത്മാവിന്റെ ചലനം നിന്റെ ഹൃദയത്തിൽ വരണം. പരിശുദ്ധാത്മാവിന്റെ ചലനം നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞ് നീ ആത്മാവിൽ പുതുക്കം പ്രാപിക്കുമ്പോൾ, ആത്മാവിൽ വീണ്ടും തന്നെ പ്രാപിക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ആമേൻ ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തി തരും. ഹല്ലേലൂയ. നീ മടങ്ങി വരണം കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, എത്ര കാലമായി ശാപത്ത് കിടക്കുന്നു. ആഭിചാരത്തിന്റെ നിലയിൽ, മന്ത്രവാദത്തിന്റെ കൂടോത്ര ക്ഷുദ്രങ്ങളുടെ നിലയിൽ ആമി പലതും നിനക്ക് താമി ഭയപ്പെട്ട് നീ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽ നീ മടങ്ങുവാ. നിന്നെ രക്ഷിപ്പാൻ യേശുകൊണ്ട്, നിന്നെ ചേർത്ത് പിടിക്കുവാൻ യേശുകൊണ്ട്, നിന്നെ സ്നേഹിപ്പാൻ യേശുകൊണ്ട്, നിന്നെ സംരക്ഷിപ്പാൻ യേശുകൊണ്ട്, നിന്നെ കരുതുവാൻ യേശുകൊണ്ട്. ലോകം നിന്നെ വെറുക്കുമ്പോൾ, ലോകം നിന്നെ മാറ്റി നിർത്തുമ്പോൾ നിന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു യേശു നിനക്ക് വേണ്ടിയുണ്ട്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. ജീവനുള്ളതിന് വലിയ വെളിച്ചമുണ്ട്. ജീവനുള്ളതിന് വെളിച്ചമുണ്ട്. അപ്പൊ നിങ്ങൾ ഞങ്ങൾ ജീവനുള്ളതിന് വെളിച്ചം. അതെ, നിനക്ക് ജീവനുണ്ടെങ്കിലും വെളിച്ചമില്ല. നിനക്ക് ജീവനുണ്ടെങ്കിലും നിന്റെ ഉള്ളിൽ വെളിച്ചം വരണമെങ്കിൽ ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തു നിന്റെ ഉള്ളിൽ വരണം. ഹല്ലേലൂയ. അതെ, ലോകത്തിന്റെ വെളിച്ചമായി യേശു നിന്റെ ഉള്ളിൽ വന്നാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി തരും. അങ്ങനെ പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി വരുമ്പോൾ യഹോവ ഭക്തി നിന്റെ ജീവിതത്തിൽ ജ്ഞാനത്തിന്റെ ആരംഭമാകും.
സദൃശവാക്യം 1:7 എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ 1 തൊട്ട് നിങ്ങൾ വായിക്കണം. എല്ലാ ഭാഗത്തും പോകാൻ പറ്റാത്തതുകൊണ്ട് 7-ാം വാക്യം പറയട്ടെ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 112 വരുന്നുണ്ട്. യഹോവത്തിന്റെ ജ്ഞാനത്തിന്റെ ആരംഭം അവയെ ആചരിക്കുന്നവർക്ക് ബുദ്ധിയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ അത് യഹോവഭക്തിന്റെ ഉള്ളിൽ വന്നാൽ നിനക്ക് ലോകത്തിൽ സന്തോഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ നിനക്ക് നന്നായിട്ട് സന്തോഷിക്കാൻ കഴിയുന്നില്ല. നിന്റെ കുടുംബം അത്ര കൂരിരുട്ട് കൊണ്ട് നിറഞ്ഞതാ, ജീവിതം ഇരുട്ടുകൊണ്ട് നിറഞ്ഞതാ. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഹല്ലേലൂയ നമ്മോട് പറഞ്ഞ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ. വിശുദ്ധ വേദപുസ്തകം എഴുതി തുടങ്ങുന്ന സമയത്ത് തന്നെ, വേദപുസ്തകത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ യേശു എന്താണ് നമ്മെ പഠിപ്പിച്ചത്? സ്തോത്രം. ആദി ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നതേ, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നുവെന്ന് ദൈവം മുന്നമേൽ നമ്മെ പഠിപ്പിക്കുക. എന്നാൽ ആഴത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ച പോലെ നിന്റെ ജീവിതമാകുന്ന ഇരുളിന്റെ നടുവിൽ, ജീവിതത്തിന്റെ ഇരുളിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ ചലനം ഉണ്ടാക്കിയാൽ നിന്റെ ജീവിതത്തിൽ ഇരുളുകളൊക്കെ മാറും. മടങ്ങി വരണമെന്നേ, നമ്മൾക്ക് മടങ്ങി വരണം. എന്തിനാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്കൊരു പക്ഷേ ദൈവം 70 80 വയസ്സ് തന്നേക്കാം. ഒരുപക്ഷെ മുന്നോട്ട് പോയേക്കാം. ഒരുപക്ഷെ അത് താഴെയായിരിക്കാം. നിന്റെ ജീവിതം എത്രയുണ്ടെന്നും നിനക്ക് എത്ര ആയുസ്സുണ്ടെന്നും എത്ര കാലം ഭൂമി ജീവിക്കുമെന്നും ഒന്നും നിനക്ക് മുൻവിധി ഇവിടെ പറയാൻ പറ്റത്തില്ല. ആർക്കും കണക്ക് കൂട്ടി പറയാനും പറ്റത്തില്ല. മനുഷ്യന്റെ ഊഹാപോഹ കണക്കുകളൊക്കെ താമി കുടക്കമത്തി വെച്ച് വെള്ളം ഒഴിച്ചതുപോലെ. ചെല്ല് പറയും നീ 60 ജീവിക്കും, ചെല്ല് പറയും നീ 70 ജീവിക്കും, ചെല്ല് പറയും നീ 40 ജീവിക്കും, ചെല്ല് പറയും നീ 30, ചെല്ല് പറയും നീ ബാല്യത്തിൽ മരിച്ചു. ഇതൊക്കെ മനുഷ്യന്റെ ഊഹാപോഹ കണക്കുകൾ കൂട്ടി പറയുന്ന അനുഭൂതി ചിന്തകന്മാരെ കണ്ടിട്ടില്ലേ? കൈനോട്ടക്കാരെ കണ്ട് ഊഹാപോഹം പറയും. പക്ഷേ ഒരു മനുഷ്യന്റെ മരണം എപ്പോഴെന്ന് പറയുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. ഒരു മനുഷ്യന്റെ മരണം എപ്രകാരം, അവൻ എപ്പോൾ മരിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, മരണം നിന്നോട് കൂടെ യാത്ര ചെയ്യുക. മരണം നിന്നോട് കൂടെയുണ്ട്. മരണത്തിന്റെ വാസന നിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ലഭിച്ച സമയത്തിനുള്ളിൽ നിന്റെ ജീവിതത്തിന്റെ ഇരുൾ മാറിയിട്ട് നീ ലോകത്തിന്റെ വെളിച്ചമായി യേശുവിലൂടെ വീണ്ടും ജനനം പ്രാപിക്കണം. വീണ്ടും ജനനം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അപ്പനും അമ്മയ്ക്കും ജനിച്ച മക്കളാ. നിങ്ങൾ പാപത്തിൽ അകൃത്യത്തിൽ ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായു എന്നാണ് 51-4 വായിക്കുന്നത്. അങ്ങനെ പാപത്തിൽ ജനിച്ച നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മതങ്ങൾക്ക് കഴിയില്ല, മത നേതാക്കന്മാർക്ക് കഴിയില്ല. നീ തിരിച്ചറിവാകുന്നതിന് മുമ്പ് നിന്റെ പള്ളിയിൽ കൊണ്ട് സ്നാനപ്പെടുത്തിക്കൊണ്ടോ മാമോദിസമയ്ക്കൊണ്ടോ അവിടുത്തെ യാഗ വഴിപാടുകൾ നടത്തിയതുകൊണ്ടോ നിന്റെ പാപത്തിന് പരിഹാരം വന്നില്ല. നിന്റെ തലതൊട്ടപ്പന്മാർക്കൊന്നും നിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയില്ല. പള്ളിയിലെ രജിസ്റ്ററിനകത്ത് പേരുള്ളത് കൊണ്ട് നിനക്ക് പാപപരിഹാരമില്ല. പള്ളി നീ മാമോദിസ മുങ്ങിയതുകൊണ്ട് നിനക്ക് പാപപരിഹാരമില്ല. പള്ളിക്കകത്തുകൊണ്ടുപോയി നിനക്ക് ചോറ് തന്നുണ്ടോ, നിനക്ക് നാക്കി തൊട്ട് തന്നത് കൊണ്ടോ പാപപരിഹാരമില്ല. ഹല്ലേലൂയ. സ്തോത്രം. നീ എന്ത് ചെയ്താലും എന്ത് കർമ്മം ചെയ്താലും പാപപരിഹാരത്തിന്റെ സ്വഭാവി. പാപത്തിന് പരിഹാരം എന്ന് പറയുന്നത് കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷിതാവ് പിതമായി സ്വീകരിക്കണം. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയും. ദൈവം അവനെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്ന റോമലേഖനം 19 വായിക്കുന്നുണ്ട്. വീണ്ടും ജന്മം പ്രാപിക്കണം. യേശുക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിക്കണം. വീണ്ടും ജന്മം പ്രാപിക്കുമ്പോഴാണ് പാപത്തിന്റെ ഇരുള ജീവിതത്തിൽ മാറിപ്പോകുന്നത്. രോഗബന്ധനങ്ങൾ അഴിയും. ഹല്ലേലൂയ. നിനക്കൊരു വിടുതൽ ദൈവം തരാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നേ. ഹല്ലേലൂയ. മാനസാന്തരം മടങ്ങി പോകാൻ വചനം കേക്ക്. ഈ ലോകത്തിന്റെ സാത്താന്റെ കഥകൾ കേട്ട് നിന്റെ ജീവിതത്തെ തകർക്കരുത്. ചിലർക്ക് ഈ സാത്താന്റെ കഥ കേൾക്കുന്ന സാത്താനെ കുറിച്ച് വളരെ ഭയങ്കര ഇഷ്ടമാണ്. ചില പ്രസംഗത്തിലും സാത്താനെ ഉയർത്തി പറയുന്നത്. എന്നെ കേൾക്കുന്ന സാത്താനെ അല്ല ഉയർത്തേണ്ടത്, പരാജയപ്പെട്ടവനെ അല്ല ഉയർത്തേണ്ടതിന്, നിഗളി അല്ല ഉയർത്തേണ്ടത് ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തത് ജീവിക്കുന്ന യേശുവിനെ ഉയർത്തണം. ജീവനുള്ള ദൈവത്തെ നീ ഉയർത്തണം. ജീവനുള്ള ദൈവത്തെ കുറിച്ച് നീ പറയണമെങ്കിൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരണം. അല്ലെങ്കിൽ അപ്പം വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതമാകുന്ന ഇരുളിന്മേൽ പരിവർത്തിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ ഇരുള് മുഴുവൻ മാറിപ്പോകും. നിങ്ങളുടെ ജീവിതത്തിൽ ഇരുളുകളൊന്നും എടുത്ത് പറഞ്ഞു തരികയെ. ഇരുള് തന്നെയാ.
ഒരുപക്ഷെ മുൻപല്ലുകൊണ്ട് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ സന്തോഷത്തിൽ നിൽക്കുന്നെങ്കിലും, പക്ഷെ നിന്റെ ഉള്ളിൽ എത്രയോ സങ്കടങ്ങളുണ്ട്, നിന്റെ ഉള്ളിൽ എത്രയോ വേദനകളുണ്ട്. ആരോടും പറയാത്ത നൊമ്പരങ്ങൾ, ആരോടും പറയാത്ത വേദനകൾ, നീ മാത്രം അനുഭവിക്കുന്ന വേദനകൾ നിന്റെ ജീവിതത്തിലില്ലേ? ആരോടും പറയാത്തതിൽ രോഗങ്ങൾ നിന്നെ അലട്ടുന്നില്ലേ? ഇന്ന് വരെ ആരോടും പറയാത്തതിൽ രോഗത്തിന് അടിമയല്ലേ? ഈ നിന്റെ ജീവിതത്തിന്റെ കടബാധ്യത, നിന്റെ കുടുംബത്തിന്റെ കടബാധ്യത, നിന്റെ മക്കളെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, നിനക്ക് ജോലിയില്ലാതെ വന്ന് ജോലി നഷ്ടപ്പെട്ടത് എല്ലാം നിന്റെ ജീവിതത്തിലല്ലേ? നല്ല ആരോഗ്യത്തോട് നടന്ന നിന്റെ ജീവിതത്തിൽ പ്രഷർ കയറി അടിച്ചപ്പോൾ, ഷുഗർ കയറി അടിച്ചപ്പോൾ, കൊളസ്ട്രോൾ വന്നപ്പോൾ സ്വതന്ത്രം ഇരുളിലേക്ക് പോയില്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ മുഴുവൻ ഷുഗർ രോഗികളല്ലേ? ഷുഗർ ചിലർക്കൊക്കെ 300-400 ഒക്കെയാണ്. ജീവിതത്തിനൊക്കെ തിരുൾ എപ്പോഴാണ് വരുന്നത്? രോഗം എപ്പോഴാണ് വരുന്നത്? ശരീരം ക്ഷയിക്കുന്നത് എപ്പോഴാണ്? ശരീരം ശോഷിക്കുന്നത് എപ്പോഴാണെന്ന് എന്നെ കേൾക്കുന്ന കുഞ്ഞെ നിനക്ക് പ്രവചിക്കാൻ കഴിയില്ല. അത് നിനക്ക് അറിയില്ല. അതുകൊണ്ട് നിനക്ക് ജീവനുള്ള കാലം, നിനക്ക് ആരോഗ്യമുള്ള കാലം, നിനക്ക് സന്തോഷമുള്ള കാലം നീ യേശുവിനെ അറിയണം. നിന്റെ യൗവനത്തിൽ നീ സൃഷ്ടാവിനെ അറിയണം. ഏത് സമയത്ത് നീ ബലഹീനനാകാം, ഏത് സമയത്ത് നീ ബലഹീനയായി മാറാം. നീ ഏത് സമയത്തും നിന്റെ മരണം സംഭവിക്കാം. അതുകൊണ്ട് ആഴത്തിനുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചതുകൊണ്ടിരുന്നു പറഞ്ഞ പോലെ നിന്റെ ജീവിതത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന മുറിവുകൾ, നിന്റെ ജീവിതത്തിന്റെ ആഴത്തിൽ ഒരുപാട് മുറിവുകളുണ്ട്, നിന്റെ മനസ്സിന്റെ ആഴത്തിൽ ഒരുപാട് മുറിവുകളുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കും പരിശുദ്ധന്മാരോട് പറയുക, ഹൃദയത്തിന്റെ മുറിവിൽ ആഴത്തിൽ മുറിഞ്ഞു കിടക്കുന്ന ചിലരുണ്ട്. എവിടെയാണ് സമാധാനം? എവിടെയാണ് സന്തോഷം? നോക്കി, കേരളത്തിലെ 30ഓളം വരുന്ന കുടുംബ കോടതികൾക്കകത്ത് ലക്ഷക്കണക്കിന് ഡിവോഴ്സ് കേസുകളല്ലേ കിടക്കുന്നത്? വിവാഹം കഴിച്ച് ദിവസങ്ങൾ കഴിയുമ്പ് ജീവിതം പരസ്പരം രണ്ടായിട്ട് ഡിവോഴ്സിന് ജീവിതത്തിൽ ഇരുളുകൾ കൊണ്ട് നിറയപ്പെട്ട എത്ര പേരാ? എന്റെ ഹൃദയത്തിന്റെ ഇഴകൾ, നീ പാപത്തിൽ വീണ, ഭർത്താവ് അറിയാതെ പാപത്തിൽ വീണില്ലേ? ഭാര്യ അറിയാതെ പാപത്തിൽ വീണില്ലേ? എന്നെ കേൾക്കുന്ന യുവാക്കൾ തലമുറ പറയട്ടെ, മാതാപിതാക്കൾ അറിയാതെ പാപത്തിൽ വീണില്ലേ? ഇരുള ഗർഭ ശിശുവിനെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ, ഗർഭത്തിൽ വെച്ച് തന്നെ, ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കൂല ചെയ്യുന്നത് ഇരുളാണ്. സ്തോത്രം. അപ്പനമ്മമാർ ഇഷ്ടപ്രകാരം കൂടാതെ മക്കൾ അവിഹിത ബന്ധത്തിലൂടെ ഗർഭസ്ഥ ശിശുവിനെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുന്നത് ഇരുളാണ്, കൊലപാതകയാണ്. മാത്രമല്ല വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് വന്ന് ആ കുഞ്ഞുങ്ങൾ നിനക്ക് ജനിക്കുമ്പോൾ അത് സ്ത്രീ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നുള്ള ലിംഗനിർണ്ണയം നടത്തി പണ്ട് ഒരു പതിവുണ്ട്. ഇപ്പൊ കേരളത്തിൽ മാറ്റിക്കളഞ്ഞു. ഇന്ത്യയിൽ മാറ്റിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു പരിധിവരെ ഗർഭത്തെ ശിശുവിനെ കൊല്ലാതിരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കൊല്ലുന്നതും കൊലപാതകമാണ്. കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്നത്, മാതാപിതാക്കളെ വലിച്ചെറിയുന്നത്, അപ്പമോനമ്മമാരെ തള്ളിപ്പറഞ്ഞവരെ ചീത്ത വിളിക്കുന്നത്, മാതാപിതാക്കളെ ശപിക്കുന്നത്, അവരെ പ്രാകുന്നത്, മക്കളെ പ്രാകുന്നത്, അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്, വെള്ളം കൊടുക്കാതിരിക്കുന്നത്, അവരെ ഉപദ്രവിക്കുന്ന എല്ലാം നിന്റെ ജീവിതത്തിൽ ഇരുളാണ്. ഏതല്ല ഇരുളാ നിന്നെ അടക്കി ഭരിക്കുന്നത്? ജീവിതത്തിന്റെ ആഴങ്ങൾ മുറിവേറ്റി കിടക്കുന്ന സ്വഭാവി, നീ മടങ്ങി വാ. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതെ, നീ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയമായി. ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ സ്തോത്രം. പാപത്തെ നിങ്ങൾ ഏറ്റുപറയണം, പാപത്തെ ഏറ്റുപറയണം. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് പത്രോസ് അടക്കമുള്ള 120 പേർ വന്നു കഴിഞ്ഞപ്പോൾ അവർ ആത്മാവിൽ നിറയപ്പെട്ട് അന്യഭാഷയിൽ ആരാധിച്ചു തുടങ്ങിയപ്പോൾ യെരൂശലേം ദേവാലയത്തിന് അന്ന് ഉത്സവത്തിന് വന്ന യേശുവിന്റെ ദേവാലയം വിവിധ രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ പെരുന്നാൾ വന്നതാ. അവിടെ യാഗങ്ങളുണ്ട്, വഴിപാടുകളുണ്ട്, മൃഗത്തെ ബലികഴിക്കുന്നുണ്ട്. അവിടെ വലിയ ആരവാരങ്ങൾ നടക്കുകയാണ്, വലിയ ഉത്സവം പെരുന്നാൾ നടക്കുന്നത്. അങ്ങനെ യെരൂശലേം ദേവാലയത്തിൽ ഉത്സവത്തിന് വന്ന വലിയ കൂട്ടം ജനത്തിൽ നിന്ന് പത്രോസിന്റെ പ്രസംഗം കേട്ട് 3000 പേര് ഓടി എവിടെ എത്തി? പത്രോസിന്റെ അരികിലെത്തി.
പത്രോസിന്റെ പ്രസംഗത്തിൽ എഴുതി. ഹല്ലേലൂയ. അവരെന്ത് ചെയ്തു? പത്രോസിന്റെ പ്രസംഗം കേട്ട് ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെയും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ആമേൻ. വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരമായ ഏവർക്കുള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളും അവൻ സാക്ഷ്യം പറഞ്ഞു. അവരെ പ്രബോധിപ്പിച്ച് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവിനെന്ന് പറഞ്ഞു. അത് വാക്ക് കേട്ട 3000-ഓളം പേർ ജനത്തിൽ സാക്ഷീകരിച്ചു. 3000 പേരുടെ ജീവിതത്തിന് ഇരുള് മാറി. യെരൂശലേം ദേവാലയത്തിൽ കാളയെ വെട്ടി ആടുകളെ വെട്ടി ബലി കൊടുത്ത് രക്തം ഒഴുക്കി സമാധാനം നഷ്ടപ്പെട്ടു പോയ ആ 3000 പേര് ഓടി വന്ന് യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ അവരുടെ ജീവിതത്തിന് ഇരുള് മാറി. പിറ്റേന്നാൾ 5000-ങ്ങളായി ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. സ്വാഭാവി ജീവിതത്തിന് ഇരുള് മാറണമെങ്കിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം. ജീവിതത്തിൽ ഇരുളുമാണെങ്കിൽ യേശുവിനെ വിശ്വസിക്കണം. നമുക്കറിയാം, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇപ്പോൾ പണ്ട് ശൗല് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങി ദമസ്കസിലെ യാത്രയിൽ യേശുവിനെ സന്ദർശിച്ചു. എന്തിനാണ്? ദൈവമക്കളെ പിടിച്ചിട്ട് യേശുവിനെ കൊന്നുകളയാൻ വേണ്ടി പോയതാ. പോയവർക്ക് യേശു പൗലോസ് ശൗലിനെ സന്ദർശിച്ചപ്പോൾ ശൗലേ എന്ന് വിളിച്ച് ശൗലി, നീ ആരാകുന്ന കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു എന്ന് പറഞ്ഞ് ശൗലിന്റെ ജീവിതത്തിൽ അന്ന് വരെ ഉണ്ടായി ഇരുള്, കുലപാതകദാഹം, രക്തദാഹിയെ പുലർലർ വിളിച്ചു നടന്ന ശൗലിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, അവന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കഴിയുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ കിടന്ന ഇരുളുകൾ മാറി വെളിച്ചമായി ക്രിസ്തു ശൗലിൽ വന്നു കഴിഞ്ഞപ്പോൾ ശൗല് പൗലോസായി ദൈവസഭയ്ക്ക് ഒരു അപ്പോസ്തലനായി മാറി. ഹല്ലേലൂയ. അത് നീ മടങ്ങി വരണം. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. വായിച്ച വചനം എന്താണ്? ആഴത്തിന്മേലുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു. ഉൽപ്പത്തി 1:2. അത് ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? സഹോദരി, നിന്റെ ജീവിതം കർത്താവിന് വിട്ടുകൊടുക്കുക. ദൈവം പണിയട്ടെ. നിന്റെ ജീവിതം അല്ല ഇവിടെ കൊണ്ട് അവസാനം നിത്യ നരകത്തിലേക്ക് പോകാതെ ദൈവരാജ്യത്തെ നീ കാണണം. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയമായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ 3.25 കോടി ജനങ്ങൾ തലമുറ നടത്തിപ്പെട്ട അന്യവസാന തൊഴിലാളികൾ 29 സംസ്ഥാന 7 ഗ്രാമങ്ങളിലായി 145 കോടിയിലധികം വരും ജനങ്ങളും തലമുറകളും ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളായി 800 കോടി ജനങ്ങൾ തലമുറകൾ, രാജ്യരാഷ്ട്ര തലവന്മാർ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ ദ്വീപവാസികൾ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, മത, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ, മീഡിയ, സയന്റിസ്റ്റുകൾ, പ്രതിപക്ഷ പാർട്ടികൾ, ക്രമസമാധാന പാലനത്തിൽ നിൽക്കുന്നവർ, രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, പോലീസിൽ സെക്ഷകൾ, ജുഡീഷ്യൽ ഭാഗങ്ങൾ, സകലതയിൽ പുതുമ, ആരോഗ്യ, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയിലായിരിക്കുന്ന കർത്താവ് സ്തോത്രം സകല ജനത്തെ വലിയ കടലോര വാസ തീരദേശവാദ മത്സ്യത്തിന്റെ ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവർ, കരയിലും കടലും ആകാശമാർഗം വാഹനോടിക്ക് വാഹനം സെയിൽസ് ചെയ്യുന്നവർ, കൺഷനൊക്കെ മെക്കാൻ ബോട്ടോ യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ കർത്താവ് ജനത്തെയും എല്ലാ കാഴ്ചയോടും ട്രൈബിൾസിനും എല്ലാ പാടത്തും പറമ്പിലും കൂടിയും കല്ലോടും മണ്ണോടും പണിയെടുക്കുന്ന എല്ലാ കർത്താവ് ഏർപ്പെടുത്തുന്ന എല്ലാവരോടും വിദേശ രാജ്യങ്ങളിൽ കഷ്ടം സഹിക്കുന്ന മണ്ണാഴ്ച കഷ്ടം സഹിക്കുന്ന ശരിയെടുക്കാതെ ശൈശവത്തിൽ മാന്യ കൗമാരി യുവനത്തിനും മാറ്റി ഞാനും വൃത്തിന് അശന യാചകർ ഓർമ്മ ചോട്ട തടവറയായിരിക്കുന്ന അതിർത്തികൾ കാക്കുന്നവർക്കായി BSF-നായി CRP-നായി സേനയ്ക്കായി സ്തോത്രം വലുതും ചെന്നു എന്റെ വ്യാപാരി വ്യവസായം കടലും വഴിയൊരു കച്ചവടക്കാരെ എല്ലാ കാർഷിക ക്ഷീരമേഖലയിലായിരിക്കുന്ന മദ്യത്തിൽ മൈക്കൊരു മനസ്സിലഹരിക്ക് അടിപ്പെട്ടിരുന്ന തീവ്രവാദ വീര വർഗീയത്തിൽ അകപ്പെട്ട് കിടക്കുന്ന ഭരണ കൊതിയന്മാർ, രാഷ്ട്രീയ മത നേതാക്കന്മാർ, അധികാരത്തിന് വേണ്ടി മനുഷ്യന്റെ രക്തം ചൊരിയിക്കുന്ന ഗൂഢതന്ത്രങ്ങൾ വിനയുന്ന ഇരുളു നിറഞ്ഞ ഭരണ സംവിധാനങ്ങളുമേ ദൈവത്തിന്റെ നീതിയുള്ള കരം വെളിപ്പെട്ട് ഈ ജനം മടങ്ങി വന്ന് ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തുവിന്റെ വീണ്ടും ജനത്തിലെ കണ്ണുകളെ തുറക്കണമേ. ദൈവത്തിന്റെ ദാസ്യദാസന്മാർ, കുടുംബങ്ങൾ, തലമുറകൾ ഈ കർത്താവ് എറിഞ്ഞ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുവിശേഷം പ്രസംഗിച്ചിട്ട് അനേകരെ ഈ ലോകത്തിന്റെ കോടതി, ഈ ലോകത്തിന്റെ നിയമങ്ങൾ, ഭരണാധിപന്മാർ, സംസ്ഥാന അധിപതികൾ, തീവ്രവാദ ഭീകരവാദികൾ നടക്കുന്ന ദൈവമക്കളെ ഇവിടെ ജയിലടച്ച് ജയിലിട്ട് കൂട്ടിയിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. കർത്താവിന്റെ ദൈവമക്കൾ പുറത്തു വരുവാൻ, അവർക്ക് മോചനം കൊടുക്കുവാൻ, അധികാരികളുടെ ജീവിതത്തിന്റെ ഹൃദയത്തിൽ ഇരുള് മാറിപ്പോ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഭരണാധിപന്മാരുടെ ഇരുള് മാറി
ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തുവിലേക്ക് മടങ്ങി വരുവാൻ ഈ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാപത്തിൽ, ശാപത്തിൽ, മദ്യത്തിനും മയക്കും ലഹരിക്കും അടിപ്പെട്ട് ഈ ലോകത്തിന് ജനിക്കുവാൻ ജീവിതം നയിക്കുന്ന, വ്യഭിചാര ജീവിതം നയിക്കുന്ന, ദുഷ്കർമ്മങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന പുത്തനും ഭാവി പരികാശി മടങ്ങി വരട്ടെ. മാനസാന്തരം കൊടുക്കണമേ, ജനത്തെ കൂടുമാറാകണമേ. കർത്താവ് കേരളം, രാജ്യം, ലോക രാജ്യങ്ങൾ, കർത്താവ് ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തു, ലോക രക്ഷിതാവ് കർത്താവ് സകല ജനത്തിൽ വീണ്ടും പ്രകാശമായി തീരുവാൻ നിങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.